ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എന്താണ് ആത്മാ എന്നുള്ളത് ബുദ്ധിതലത്തിൽ മനസ്സിലാക്കിക്കാൻ വേണ്ടി കൊടുത്ത മന്ത്രസമാനമായ ശ്ലോകങ്ങളാണ് 30 മുതൽ ഉള്ളത്. ആവിദ്യകം ശരീരാദി ദൃശ്യം ബുദ്ബുദവൽക്ഷരം ഏതദ്വിലക്ഷണം വിദ്യാത് അഹം ബ്രഹ്മേതി നിർമ്മലം. ദേഹാന്യത്വാന്നമേ ജന്മം ജരാകാർഷ്യലയാദയഃ ശബ്ദാദിവിഷയൈ സംഗോ നിരിന്ദ്രിയതയാ ന ച. അമനസ്ത്വാന്നമേ ദുഃഖം ത്യാഗദ്വേഷഭയാദയഃ അപ്രാണോ ഹ്യമനാ ശുഭ്ര ഇത്യാദി ശ്രുതിശാസനാൽ. ഏതസ്മാജ്ജായതേ പ്രാണോ, ഇതെല്ലാറ്റിലുമില്ല. ഏതസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാഭ പൃഥിവീ വിശ്വസ്യ ധാരിണീ. നിർഗുണോ നിഷ്ക്രിയോ നിത്യോ നിർവികൽപോ നിരഞ്ജനഃ നിർവികാരോ നിരാകാരോ നിത്യമുക്തോസ്മി നിർമ്മലഃ. അഹമാകാശവത് സർവം ബഹിരന്തർഗതോച്യുതഃ സദാ സർവസമസിദ്ധോ നിസ്സംഗോ നിർമ്മലോചലഃ. നിത്യശുദ്ധവിമുക്തൈകം അഖണ്ഡാനന്ദമദ്വയം സത്യം ജ്ഞാനമനന്തം യത് പരം ബ്രഹ്മാഹമേവ തത്. ഏവം നിരന്തരഭ്യസ്ത ബ്രഹ്മൈവാസ്മീതി ഭാവനാ ഹരത്യവിദ്യാവിക്ഷേപാൻ രോഗാൻ ഇവ രസായനം. അത് എടുത്തതാണോ, ചിന്തിച്ചതാണോ നമ്മൾ? 37 എടുത്തു. ഇപ്രകാരം ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്നുള്ള ഭാവന നിരന്തരം അഭ്യസിക്കപ്പെടുമ്പോൾ രസായനം രോഗത്തെ എന്ന പോലെ അവിദ്യയെയും തൽക്കാര്യങ്ങളെയും നശിപ്പിക്കുന്നു. നിരന്തരം ഇടതടവില്ലാതെ ഒരു നൈരന്തര്യം വേണം എന്ന്. കാലദേശ പരിധിയില്ലാതെ ചില കാലത്ത് ചില ദേശത്ത് ചില വ്യക്തികളെ കാണുമ്പോൾ ഒക്കെ ഈ വിവേകം ഉണ്ടായാൽ പോരാ. എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഏതൊരു വസ്തുവെ പ്രാപിക്കുമ്പോഴും ഏതൊന്നിനെ കാണുമ്പോഴും ഒക്കെ അതിൽ 2 ഭാവത്തിൽ ഒരു ഭാവം മാത്രം വിചാരം ചെയ്യുമ്പോഴാണ് ഏത് നമ്മൾ ആ ഭാവത്തെ പ്രാപിക്കുന്നത്. അതിനൊരു മറുവശം ഉണ്ടല്ലോ, ഇല്ലേ? അത് ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായി അത് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. ഒരു കോഴീനെ കാണുന്ന സമയത്ത് പറഞ്ഞില്ലേ, കോഴീനെ കാണുന്ന സമയത്ത് അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ മനോഹാരിത, അല്ലേ? അത് കൊടുത്ത ആ ശക്തിയെ കുറിച്ച് ചിന്തിക്കാൻ ഒന്ന് സമയം കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് നിരന്തരം കഴിക്കുന്ന ഒരാൾക്ക് അത് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കുന്നവർ എന്താവും? എത്ര കിലോ ഉണ്ട് എന്നാവും. അതെ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ചിലതൊക്കെ വിചാരം ചെയ്യാൻ എന്ത് വേണം? സാത്വികമായ ഭാവത്തെയും ആർജിക്കണം. വെറും സാത്വികമായ ഭാവമായി കഴിഞ്ഞാൽ ചിലപ്പോൾ
ലോകജീവിതം സാധ്യമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അഹിംസ പരമോധർമ്മ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, ആ ഒരു തലത്തിൽ എത്തട്ടെ. ബലപൂർവം ആവും വേണ്ട, ബലപൂർവം തൊട്ട് അടക്കി വയ്ക്കും വേണ്ട, രണ്ടായാലും ദോഷം തന്നെയാണ് അല്ലേ? അങ്ങനെ ആവണ്ടെന്ന് പറയുന്നത് അങ്ങനെ ആവണം എന്ന് പറഞ്ഞാലും രണ്ടും ദോഷമാണ്. അടക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദോഷമാണ്. ഒക്കെ കഴിക്കണം, കഴിച്ചു കൂട്ടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തിയില്ലല്ലോ. ഉള്ളിൽ രസം വെച്ചുകൊണ്ടിരിക്കുന്നതിലാണ് നല്ലല്ലേ. എന്നാൽ ഇതിലൊരു വിചാരം ചെയ്ത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട്, അതുകൊണ്ട് അവർ സാത്വികമായ ആഹാര വിഹാരങ്ങളെ ശീലിച്ചുകൊണ്ട്, സാത്വികമായ ഗുണഘടനയെ ശീലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിരന്തരമായ അഭ്യാസം ചെയ്യും. ആ സാത്വികമായ ഭാവത്ത് അല്ലെങ്കിൽ സാത്വികമായ ഭാവത്തെ ആർജിച്ച സമയത്ത് കൂടുതൽ കൂടുതൽ ഏതിനെ വിചാരം ചെയ്യുന്നു? സത്യസ്വരൂപനെ വിചാരം ചെയ്യും, സത്യസ്വരൂപത്തെ വിചാരം ചെയ്യും, ആത്മാരാമനായി കഴിഞ്ഞുകൂടും. എങ്കിൽ ആ വിചാരം അല്ലാത്ത സമയത്തും നമ്മളെ സ്വാധീനിച്ചോളും. ഇന്നിപ്പോൾ പൊതുവെ സാത്വികമായ ആഹാരം കുറവാണ്, രാജസികവും താമസികവുമാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ചിരിക്കും വിചാരവും. ദീർഘകാല നൈരന്തര്യ സൽക്കാരാസേവിതോ ദൃഢഭൂമി. വളരെ കാലം ഇടവിടാതെ സൽക്കാരപൂർവം അഭ്യസിച്ചാൽ ഉറച്ചു കിട്ടും എന്ന് പറഞ്ഞിരിക്കുക. രാജയോഗത്തിൽ പറഞ്ഞ വാക്യത്തെ എടുത്തു പറഞ്ഞത്. തസ്മാൽ സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് ഗീതയും പറഞ്ഞിരിക്കുന്നു. സ്മൃതിയും ശ്രുതിയും ഒക്കെ എല്ലാം പറയുന്നത് തന്നെ ഈ എന്നെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യേണ്ടതല്ല, പിന്നെ എപ്പോഴാ സീസണിൽ പറ്റിയല്ല, പിന്നെന്താ, അത് നല്ലതാണ്. എന്തിന് ഒരു തുടക്കത്തിന് വേണ്ടിയില്ലേ, ഒരു ആരംഭം കുറിക്കാനൊക്കെ നല്ലതാ. പക്ഷെ അതോടുകൂടി അത് മടക്കി വയ്ക്കരുത്, നിർത്തി വയ്ക്കരുത് എന്നാണ്. അല്ല ഇത് ഏതെങ്കിലും കാലത്തുള്ളതും ഇല്ലാതെ ആവുമല്ലോ ഇങ്ങനെ പറഞ്ഞാലെന്ന് പറഞ്ഞാൽ അത് വേണ്ട. ആ കാലത്ത് തുടങ്ങി വയ്ക്കുന്നു അല്ലേ. കർക്കിടകത്തിൽ രാമായണം വായിച്ചാൽ കർക്കിടകത്തിൽ മാത്രമാക്കി ഒതുക്കി വയ്ക്കേണ്ട, അതിൽ തുടങ്ങിയിട്ട് പിന്നെ കർക്കിടകത്തിൽ മാത്രമാക്കരുതെന്ന് പറയുന്നില്ലേ. ഇതുപോലെ തന്നെ മണ്ഡലകാലത്ത് തുടങ്ങി അതോടുകൂടിയൊക്കെ കഴിഞ്ഞിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത കാലം വരണം, അതുവരെ അതിന് നേരെ വിപരീതമായിട്ട് പോകരുതേ എന്ന് പറയാം. അപ്പോൾ ആ ചിട്ടപ്പെടുത്തിയതുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ള അവനവൻ അനുഭവമാണ്. അപ്പം അങ്ങനെ അനുഭവം ആണെങ്കിൽ പിന്നെ അതിനനുസൃതമായിട്ട് കുറച്ചൊക്കെ ചിട്ടപ്പെടുത്തി പോകണം എന്ന് പറയാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ വന്നു പോകണം തന്നെയാവും. ഏത് ഈ വിചാരം. മറ്റത് ഏതായാലും അല്ലേ, ഏത് പരിസ്ഥിതിയിലായാലും അതൊക്കെ ആ ഒരു ഓർമ്മയെ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാൻ കാരണമാവും എന്നാണ് പറയുന്നത്. ആത്മജ്ഞാനം സമ്പാദിക്കാൻ സാധനകൾ കൂടിയേ കഴിയൂ എന്ന് പറയും. ഇപ്പൊ ചോദിച്ചേക്കാം അല്ലേ, ആത്മജ്ഞാനം മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് അങ്ങനെ തോന്നിയേക്കാം. അതൊരു തോന്നൽ മാത്രമാണ്. ഇത് ഏതാണ്? ഇത് സാധനകളില്ലാതെ നടക്കില്ല. അത് അവിടെ എത്തിയിട്ട് ചിന്തിക്കേണ്ടതാണ്. അവിടെ എത്തിയാൽ പിന്നെ ഇത് ചിന്തിക്കുന്നില്ലല്ലോ. പറഞ്ഞു മനസ്സിലായില്ലേ? കോണിയിലിരുന്നു കൊണ്ട് മട്ടുപ്പാവിൽ എത്തണമെങ്കിൽ അത് വേണ്ടാന്ന് അവിടെ കോണിയിലിരുന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. മട്ടുപ്പാവിൽ എത്തിയിട്ട് ചിന്തിക്കാം. അതിപ്പോൾ ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. അപ്പൊ ചിന്തിക്കണോ ചിന്തിക്കണ്ടേ എന്നുള്ളത് അല്ലേ, അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷെ സാധനയിലൂടെ വേണം മുന്നോട്ട് പോവാൻ. ഇത് പുസ്തകജ്ഞാനമാണ്, ബുദ്ധിതലത്തിലുള്ള അറിവാണ്. ആ അറിവ് വെച്ചിട്ട് ഞാൻ ആത്മജ്ഞാനിയാണെന്ന് ധരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതല്ല എന്നൊക്കെ തോന്നിയേക്കാം. അപ്പൊ തിരിച്ചും വന്നേക്കാം. അതുകൊണ്ട് നല്ലോണം സാധന ചെയ്യണം, സാധനാമാർഗത്തിൽ നല്ലോണം മുന്നോട്ട് പോകണം. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇപ്പൊ സാധനകളുടെയൊക്കെ പൊരുള്? ഞാൻ ഈ മധ്യസ്ഥി മാംസ മലമൂത്രപാത്രമായ ദേഹമാണെന്ന് ഉറപ്പിക്കാൻ ചെയ്യുന്ന ഇതിന് നേരെ വിപരീതമായിട്ട് ഞാൻ അതല്ല. ഞാൻ ഏതാണ്? ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമ്മൾ എന്താണോ ഉറപ്പിച്ചിരിക്കുന്നത്, എന്താ
ശിവോഹം, അഹം ശിവം അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഈ കാണുന്ന ഇതൊന്നും അല്ല, പിന്നെ ഏതാ, ഞാൻ ബ്രഹ്മമാകുന്നു. ഇത് വിചാരം ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. മഹാവാക്യങ്ങളൊക്കെ നമ്മെ പ്രചോദിപ്പിച്ചത്. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞു നടക്കാനല്ല, പറഞ്ഞു നടക്കേണ്ടതല്ലോ. മഹാവാക്യങ്ങൾ എങ്ങനെ പറഞ്ഞു നടക്കുക? ഞാനത് അങ്ങനെയല്ല, സ്വയം വിചാരം ചെയ്തത്. എന്താണോ നമ്മൾ വിചാരം ചെയ്യുന്നത് അതായി തീരുന്ന ഉറപ്പ് വേണം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞിരുന്നാൽ, പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. വിചാരിച്ചിരുന്നാൽ എന്താവും? വിചാരം ചെയ്യുകയാണെങ്കിൽ എന്താവും? ഒന്നിനും കൊള്ളാതായി തീരും. അതുകൊണ്ടൊരു പോസിറ്റീവ് ചിന്ത അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ ചിന്തയാണ് ഇത്. അല്ലെങ്കിൽ എന്നെ കൊണ്ടല്ലാതെ ആർക്ക് കഴിയും? അപ്പൊ ചിലപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞ അഹങ്കാരിയാണ്, എന്നെ കൊണ്ടല്ലാതെ, അഹങ്കാരം അത്രയും കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞോട്ടെ അല്ലേ, മറ്റാരും നമ്മൾ നോക്കണ്ട അല്ലേ? ഈ വിചാരം ഉള്ളിൽ നടക്കേണ്ട വിചാരം, പുറമെ പറയേണ്ടതല്ല എന്നർത്ഥം. അങ്ങനെ തീവ്രവും ശക്തിമത്തുമായ അഭ്യാസം വഴിക്ക് ബ്രഹ്മാത്മൈക്യം അനുഭവിച്ചറിയേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പറയാണ്, വിജനസ്ഥലത്തിരുന്ന് രാഗം വെടിഞ്ഞ്, രാഗം തൃഷ്ണ എന്ന് പൊതുവെ പറയാൻ, സുഖാനുശായി രാഗം, സുഖം തരുന്ന വസ്തുക്കളുമായുള്ള ഇഴുകിച്ചേർച്ചയ്ക്ക് പറയുന്ന പേരാണ് രാഗം. അങ്ങനെയുള്ള ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളെ ജയിച്ചതിന് ശേഷം അന്യചിന്തകളില്ലാതെ അനന്തവും ഏകവുമായ ആ ആത്മാവിനെ ധ്യാനിക്കണം. അന്യചിന്തകളില്ലാതെ ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളെ ജയിച്ചതിന് ശേഷം, സ്ഥൂലമായ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നുള്ളതാണ് സ്ഥൂല ദൃക്കിനെ സംബന്ധിച്ച് മുഖ്യം. സൂക്ഷ്മദൃക്കല്ല, എന്നെ സംബന്ധിച്ച് അതായിരിക്കില്ല. ശമാണോ ദമാണോ വേണ്ടതെന്ന് ചോദ്യമുണ്ട്. രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് തന്നെയാണ് മറുപടി. പക്ഷെ എന്നാലും സ്ഥൂല ദൃക്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ആദ്യം പറയണ്ടേ? എങ്കിൽ ഏതാദ്യം പറയണം? ബാഹ്യമായ ഈ ഗോളകങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം എന്നർത്ഥം. അങ്ങനെ നിയന്ത്രിച്ചാൽ അതായത് പറയാൻ പറ്റുള്ളൂ അല്ലേ? സൂക്ഷ്മമായ ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏതാ വേണ്ടത് ചോദ്യം വരും. അപ്പോൾ സൂക്ഷ്മമായതെന്ന് പറയും. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം ഏത് പ്രത്യക്ഷമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നതിനെ അല്ലേ നിയന്ത്രിച്ചിട്ട്, അപ്പോൾ അവിടെ ആഹാര വിഹാരാദികളെല്ലാം വന്നു. അതൊന്നും നിയന്ത്രിക്കാതെ വിജനസ്ഥലത്ത് പോയി ഇരുന്ന് രാഗം വെടിയാന്നൊക്കെ വിചാരിച്ചാൽ എന്താവും? അവിടെ പോയിട്ട് ചിന്തിക്കണത് ഇവിടുത്തെ കാര്യമായിരിക്കും. അത് വലിയൊരു വിഷയമാവും. എന്നാലും അങ്ങനെ പോകുന്നത് നല്ലതല്ലേന്ന് ചോദ്യമുണ്ട് അല്ലേ? അനുകൂലമായ സാഹചര്യത്തെ സാധനാകാലത്ത് നേടുന്നത് നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത്. കാട്ടിലൊക്കെ പോവാന്നുള്ളതൊക്കെ അല്ലേ? അനുകൂല സാഹചര്യത്തിലൊക്കെ പോയിട്ട് ആർക്ക് അവിടെ ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടി പോവുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ വിജനസ്ഥലത്തിരുന്ന് അവിടെ എന്ത് വിചാരം ചെയ്യണം? പണിപ്പെട്ട് വിചാരം ചെയ്യണം. അവിടെ ചെന്നാൽ ചിലപ്പോൾ വിചാരം ചെയ്യുന്നത് വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും അല്ലേ? അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം അവിടെ അതൊന്നും കിട്ടിക്കോളണമെന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നല്ല രുചിയൊക്കെ തോന്നിയെന്ന് വരും. ഇപ്പോൾ അവരെയൊക്കെ പോയാൽ നല്ല വിശപ്പുവാ, വിശപ്പ് എപ്പോഴാ അറിയാം, തണുപ്പൊക്കെ ആകുമ്പോഴേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാൽ എന്താവും? അപ്പോഴേക്ക് ചിലപ്പോൾ വീട്ടിലെത്തും. എന്തിനാ ഞാൻ ഈ കാട്ടിൽ വന്നിരുന്നത് എന്നൊക്കെ തോന്നിയെന്ന് വരികയെ. അപ്പോ എന്തിനാണ് വന്നതെന്ന് ഓർമ്മിച്ചാൽ എന്തായി? സുഖമായിട്ട് ഭക്ഷണം അടിച്ച് കൂടാനാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ നാട്ടുവർത്താനം പറഞ്ഞു കൂടാൻ, അങ്ങനെയൊക്കെ വന്നു പോവാം. മനുഷ്യനല്ലേ, നമ്മളൊക്കെ പരിമിതികൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വന്നു എന്ന് വരാം. പക്ഷെ അത് വരുന്ന സമയത്ത് ഓർമ്മ വന്നു, എന്തിനാ ഇപ്പൊ ഞാൻ പണിപ്പെട്ടിട്ട് വന്നത് എന്ന് ഓർമ്മിച്ചാൽ എന്താവും? വീണ്ടും വരും. ഇനി ഇങ്ങനെ സാധനകളെ ചെയ്ത് അനുകൂലമായ സാധനങ്ങൾ ബാഹ്യമായിട്ട് പുറമെന്ന് നമ്മളെ പിടിച്ചു വലിക്കാൻ കാരണമില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എവിടെ പോയത്? വിജനമായ സ്ഥലത്ത് പോയത്. പക്ഷെ അതിലേറെ ചിലപ്പോൾ ശക്തി ഉണ്ടാവും ഏതിന്? ഉള്ളിൽ നിന്നുള്ള പിടിവലികൾ. അത് വലിയൊരു കഷ്ടമാണ്. അപ്പൊ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും. നാവൊക്കെ രുചിക്കാൻ തോന്നിയെന്ന് വരും, അല്ലെങ്കിൽ കണ്ടവരൊക്കെ കാണാമെന്നൊക്കെ തോന്നിയെന്നൊക്കെ വരും. ആ സുഖത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. എപ്പോഴോ കുട്ടികളില്ലേ, ഈ അമ്മയോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ദൂരത്തൊക്കെ പോകും, എവിടെയെങ്കിലുമൊക്കെ പോകും.
പോയി കഴിഞ്ഞാൽ എന്തൊരു സ്നേഹമാവും അറിയാം. അങ്ങനെ ഉണ്ടാവും അല്ലേ? വലിയ കൗതുകമായിരിക്കും, ഒന്ന് വിട്ടു പോകണം, വീട്ടിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു പോകണം എന്നൊക്കെ ഉണ്ടാവും. അത് ആർക്കും ഉണ്ടാവും. വിട്ടു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോഴാ സ്നേഹം കൊണ്ട് കൂടുക, വളരെയധികം കൂടി. അപ്പൊ അതേപോലെ അപ്പോഴാണ് അങ്ങനെ നമ്മൾ എവിടെ പോയിരുന്നാലും ഇല്ലേ, ആചാര്യൻ്റെ അടുത്ത് പോയിരുന്നാലും ഉണ്ടാവില്ലേ, ഗുരുനാഥൻ്റെ അടുത്ത് പോയിരുന്നാലും എന്തുണ്ടാവും? അപ്പോഴാ ചിന്തിക്കണത് എന്ത്, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുമോ? നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അതും പ്രശ്നമല്ലേ. സ്വയം ഈ ഒരു തലത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നമുക്കൊക്കെ ഏറ്റവും നല്ലത് സാധന അനുഷ്ഠിക്കാൻ വേണ്ടി ഒരു ഗുരുനാഥന്റെ സഹായത്തോടു കൂടി അല്ലേ, ഗുരുനാഥനിലൂടെ നമുക്ക് അങ്ങനെ പോവുകയാണ് നല്ലതെന്നൊക്കെ പറയും. അങ്ങനെ പോവുക എന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പോയാൽ അവിടെ ചെന്നിരുന്ന് ഇവിടുത്തെ കാര്യം ചിന്തിച്ചു, അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യം ചിന്തിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു ഇല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു തന്നിട്ട് വേണോ ആ സമയത്ത് ആയിക്കോളേ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ വേറൊരാൾ പറഞ്ഞു തന്നിട്ട് വേണോ സാധകനോട് എന്ന് ചോദ്യം നാളെ ഒരാൾ ചോദിച്ചത്. അപ്പൊ ഒരു തെങ്ങിൽ ഒരാൾ ഇങ്ങനെ കയറിപ്പോണ സമയത്ത് താഴത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുക, അല്ല മുറുക്കി പിടിക്കാനട്ടോ ഇല്ലെങ്കിൽ വീണു പോവും എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാല്ലേ, അയാൾ പറഞ്ഞിട്ട് വേണോ എനിക്ക് മുറുക്കി പിടിക്കാൻ, തോന്നിപ്പോയില്ലേ, എനിക്കറിയില്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ എന്നാലും ഒന്നുകൂടി മുറുകെ പിടിക്കില്ലേ, ഇനി വീണു പോയാൽ മോശമല്ലേ? അയാൾ പറഞ്ഞിട്ടും ഓർമ്മിപ്പിച്ചിട്ടും വീണ്ടും പോയാൽ കുഴപ്പമല്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നിപ്പോയേക്കാം. പക്ഷെ എന്നാലും എന്തുണ്ടാവും, ഒന്നുകൂടെ മുറുകെ പിടിക്കും. അങ്ങനെ സാധനാ മാർഗത്തിൽ മുന്നേറണം എന്നതിന് പറയുകയാണ് പഠിക്കുന്നത്. വിജനസ്ഥലത്ത് ഇരുന്നതിന് ഇവിടെ ആധ്യാത്മിക സാധനകളുടെ ആദ്യത്തെ പടിയാണെങ്കിലും വളരെ പ്രധാനമായ ഒന്നായിട്ടാണ് പറയുന്നത്. ഇത് പല ആചാര്യന്മാരും ഇതിൽ ഏക അഭിപ്രായമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതിലെ? ഈ ഏകാന്തവാസം, വിജനസ്ഥലത്ത് പോയിട്ടിരുന്ന് സാധന അനുഷ്ഠിക്കുക എന്നുള്ളതിൽ ബഹുഭൂരിപക്ഷം ആചാര്യന്മാരും ഏകാഭിപ്രായക്കാരായിരുന്നു എന്നാണ്. അത് ആവശ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചോദിച്ചേക്കാം അല്ലേ, ഇവിടെ ഇരുന്നുകൊണ്ടും നാളെ ഒരാൾ പറഞ്ഞെന്താ ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് എനിക്ക് കൂലിപ്പണിയൊക്കെയാണ്, പക്ഷെ എനിക്കങ്ങനെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ടൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, എന്താ മറ്റു ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ എന്താ ചോദ്യ. ഒരു ഭാഗത്ത് ഒരാൾ കഴിക്കുന്നു, മറ്റേയാൾ എന്ത് ചെയ്യുന്നു? ഒരാൾ കഴിക്കുന്നേ ഉള്ളൂ എടുത്തിരുന്നിട്ട്, മറ്റേയാളോ കഴിക്കുന്നില്ല, 2 പ്രാവശ്യം ഇറക്കുന്നേ ഉള്ളൂ അല്ലേ. പിന്നെ എങ്ങോട്ടോ മുന്നോട്ട് പോവുക. അതിലേറെ നല്ലത് എന്തായിരുന്നു? കഴിക്കുമായിരുന്നു അല്ലേ. അപ്പൊ സാധനാ മാർഗത്തിൽ ഞാനെല്ലാം അവിടെ എത്തി, എനിക്കിതിൻ്റെ ഒന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ അയാൾ പോകേണ്ട ആവശ്യമല്ല, അയാൾ വേഷം എടുക്കേണ്ട ആവശ്യമല്ല, സാധനേൻ്റെ ആവശ്യം തന്നെയല്ല, സിദ്ധനായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അങ്ങനെയൊക്കെ നമ്മളെ ഉള്ളിൽ തന്നെ ചോദ്യം വരും. അതൊക്കെ ഒരു മുട്ടുകൊടുത്ത വാഴ കണക്കെയാണെന്നാ പറഞ്ഞത്. മുട്ടുകൊടുത്ത വാഴ കാണുമ്പോൾ നല്ല നീക്കില്ലേ, അടുത്ത് ചെന്നാലല്ലേ മുട്ടുകൊടുത്താൽ മനസ്സിലാവുള്ളൂ. മുട്ട് മാറ്റി എന്തുണ്ടാവും? വാഴ വീണു പോകും. അത് നാമജപത്തിന്റെ ശക്തിയിലും ആവാൻ, ചിലപ്പോൾ മന്ത്രങ്ങൾ ജപിച്ചിട്ടുള്ള ശക്തിയായിരിക്കാം, അതുകൊണ്ടുള്ള ശക്തിയായിരിക്കാം നമ്മളെ ശക്തി. പക്ഷെ ഇതുവരെ ഏതായിരിക്കണം? ഇതൊക്കെ മുട്ടുകൊടുത്ത വാഴ തന്നെയാണ്. ചുവട് ഉറച്ചില്ലെങ്കിൽ, കുറച്ച് ദിവസം ജപം ചെയ്തില്ലെങ്കിൽ എന്താ? ആകെ ക്ഷീണിതനായി തീരും, ആകെ വീണ്ടും പഴയപടിയായി തീർന്നു എന്ന് വരും. അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞു നിരന്തരമായ സാധനാഭ്യാസം ചെയ്യണമെന്ന്. ആ സാധനാഭ്യാസം ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ തോന്നിയേക്കാം ഇനി ഇത് നമുക്ക് നിർത്തിക്കളയാം. ചിലർ ചോദിക്കാറുണ്ട് എത്ര കാലം ജപിക്കണം, ഇതെന്തൊരു ഭാരം എന്ന പോലെ അല്ലേ. കായ വാഴ ആവുന്നത് വരെ പൂവ് വേണം, അത് പറിച്ചു കളയരുതെന്നാ പറയുക അല്ലേ. ഇങ്ങനെയല്ലേ പറഞ്ഞു? ഒന്നിന്റെ ഫലപ്രാപ്തിയിലല്ലേ, ഫലം തരുമ്പോഴല്ലേ, അതിന്റെ പൂർണ്ണതയിലല്ലേ ഇത് കൊഴിഞ്ഞു പോകേണ്ടത്. ഇല്ലെങ്കിൽ അത് കൊഴിച്ചു കളഞ്ഞാൽ എന്തുണ്ടാവും? കായും മൂപ്പാവാതെ അത് ഒന്നിനും ഗുണം പിടിക്കില്ല, ഇതിന്റെ വിത്ത് അത്രയും ഗുണം പിടിക്കില്ല. അതുപോലെ അതുകൊണ്ട് ജപം എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് വെച്ചാൽ അല്ലേ, ഈ വണ്ടിയിലെ എൽ ബോർഡ് വെച്ചിരുന്നു. എൽ ബോർഡ് വെച്ച സമയത്ത്
അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് നമ്മളത് കളഞ്ഞു. എന്ത് ഇപ്പൊ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിൽ അത് എടുത്തു കളഞ്ഞതാ. എടുത്തു കളഞ്ഞപ്പോ ചിലരൊക്കെ ചോദിച്ചു, എത്ര വേഗം എടുത്തു കളഞ്ഞു, എത്ര വേഗം പഠിച്ചു? പഠിച്ചു എന്നൊരു തോന്നല, അതെടുത്ത് കളഞ്ഞ് ഈ അയൽബോർഡ് വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, അത് എടുത്തു കളയരുത്, അത് പോണം എന്ന് പറഞ്ഞു. അപ്പോഴേ ശരിക്കും പഠിക്കൂ. അത് പോണത് എടുത്തു കളയണത് ഒരേപോലെയല്ലേ? ഒരേപോലെയല്ല, അത് കൊഴിഞ്ഞു പോണം. അത് പോകുന്നത് വരെ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് ശരിക്കും പഠിച്ചോളല്ലോ. ഇതുപോലെ എപ്പോഴാ അതൊക്കെ നിർത്തേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഭാരമായിട്ട് എടുക്കുമ്പോൾ നിർത്താനുള്ള വെമ്പലായിരിക്കും. എങ്ങനെയാ? അത് സ്വാഭാവികമായിട്ട് ആവട്ടെ, ആവാതിരിക്കട്ടെ, അത് നമ്മൾ നോക്കണ്ട. അതെങ്ങനെയാന്ന് വെച്ചാൽ ചെടി വളരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ദിവസവും നനച്ചു കൊടുക്കുകയും ചെയ്തു, ഒപ്പം പിഴുതു നോക്കി വേരിറങ്ങുന്നുണ്ടോ നോക്കണം. പോലെ തൂമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? വേരിറങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് ഈ സാധനാ മാർഗത്തിൽ വളരെ നിഷ്ഠയോടുകൂടി എത്ര കാലം വേണമെങ്കിലും, അത് കാലത്തിന്റെ ഒരു പരിധിയൊന്നും വെക്കേണ്ടതാണ്. അതൊരു ഭാരമായിട്ടാവരുത്. ഭാരം എടുത്താൽ തളരും, ഉറപ്പാണ്. അതൊരു തളർച്ച തന്നെയായിരിക്കും. മറിച്ച് എന്ത് വേണം? ഇതാണ് ഏറ്റവും ഉറപ്പിക്കാനുള്ളത്. ബാക്കിയൊക്കെ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും അല്ലേ, കേൾക്കാനും ഒക്കെ വളരെ ഉണ്ട്. പക്ഷെ അവനവന് ഗുണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു മന്ത്രസമാനമായ ഈ ഒരു ശ്ലോകത്തെ തന്നെ കൂടുതൽ ഉറപ്പിച്ച് അതിൽ തന്നെ ഊന്നൽ കൊടുത്ത് അതിൽ തന്നെ ശ്രദ്ധിച്ച് മതി. സാധനാ മാർഗത്തിൽ വളരെ ഗുരു ആവാൻ എളുപ്പം കഴിയുന്ന, ശിഷ്യനാവാനോ പണിയാണ്. ശിഷ്ടാചാരങ്ങളെ പാലിക്കാനാണ് പണിയുന്ന. അതുകൊണ്ട് ഇവിടെ പറയാ, വീതരാഗഭയക്രോധോ രാഗ ച ഭയം ച ക്രോധ ച വീത വിഗത യസ്മാസ്ത വിദത സ്ഥിതധി സ്ഥിതപ്രജ്ഞ മുനി സന്യാസി തഥാ ഉച്യത്തെ എന്ന് ഗീതയിലെ ഭാഷ്യത്തിൽ ഒക്കെ പറയുന്നുണ്ട്. ഏതിനെ പറ്റിയിട്ട്? വിജനസ്ഥലവാസം. ലോകത്തിലെ എല്ലാ ആചാര്യന്മാരും ഈ വിഷയത്തിൽ ഒരഭിപ്രായക്കാരായിരുന്നു. ഏകാഗി യഥ ചിത്താത്മ എന്ന് ഗീതയിൽ പറയുന്നു. ഏകാഗി യഥ ചിത്താത്മ. പിന്നെയോ, ഏകാകിത്വവും മനസ്സമാധാനവും കൈവരണമെങ്കിൽ എന്ത് വേണം? വിജനസ്ഥലവാസം അത്യാവശ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുക. വിജനസ്ഥലം എന്നതിന് വനം എന്ന് മാത്രം അർത്ഥം എടുക്കേണ്ടതില്ല. പിന്നെന്താ? ഇവിടെ തന്നെ വനാക്കിയാലും മതി. ആരുടെയും ശല്യമില്ലാതെ ദിവസവും ഒരു വനം ഉണ്ട് നമുക്ക്. അതെപ്പോഴാ? ദിവസം ഒരു വനത്ത് പോകാൻ പറ്റിയൊരു സാഹചര്യം നമുക്കില്ലേ? ദിവസം അല്ല, ബ്രാഹ്മയാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന സമയം തീർത്തും ഒരു വിജനസ്ഥലം തന്നെയല്ലേ ഇത്? ഒരു കോലാഹലങ്ങളും ഇല്ലാതെ, ഒരു ശബ്ദവും ഇല്ലാതെ, തീർത്തും ഇല്ലേ? ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. ഭാര്യയോ ഭർത്താവോ കുട്ടികളോ ചട്ടിയോ കലോ ഒന്നുമില്ലല്ലോ. പ്രകൃതി പോലും ശാന്തമായ ഒരു സമയമല്ലേ. ആ സമയത്ത് നമുക്ക് നമ്മെ ശാന്തമാക്കാൻ പറ്റിയ ഒരു കാട് തന്നെയല്ലേ അത്. ആ കാട്ടിൽ പോയിരുന്നാ പോരെ? മറ്റേ കാട്ടിലൊക്കെ പോയിരുന്നാൽ ചിലപ്പോ അല്ലേ, അവിടെയും ചിലപ്പോൾ ശല്യം ചെയ്തു എന്ന് വരും മനുഷ്യനെ. മൃഗങ്ങൾ ശല്യം ചെയ്യുന്നില്ലേ? മൃഗങ്ങൾക്ക് വളരെ കരുണയൊക്കെ ഉള്ളവരാണ്. പക്ഷെ മനുഷ്യനെ അവിടെ ശല്യം ചെയ്തു എന്ന് വരും. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ. കുടജാതിയിൽ പോയാലും മൃഗങ്ങളിൽ നിന്നല്ല പേടിക്കേണ്ടത്. 2 കാലുള്ള മൃഗങ്ങളിൽ നിന്നാണ്, 4 കാലുകളിൽ നിന്നല്ല. എവിടെയും ഭയപ്പെടേണ്ടത് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് വിജനസ്ഥലം എന്നതിന് വനം എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ. പിന്നെന്ത് വേണം? ദിവസത്തിൽ ഓരോരുത്തർക്കും ഇതിന് സാഹചര്യമുണ്ട്. വനമില്ലാഞ്ഞിട്ട് ആരും പോയിരിക്കാതിരിക്കണ്ട. ശാന്തമായ സമയം, അനുകൂലമായ സമയം, സ്ഥലം ഒക്കെ. വീടൊക്കെ ഒന്ന് വലിയ വീടല്ലേ, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവുമല്ലോ. പൂജാമുറി തന്നെ പോയിട്ട് കുടുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പൂജാമുറി പോയി കുടുങ്ങിയിരിക്കലാവുമല്ലോ. കാരണം ചില ഏറ്റവും വളരെ പരിമിതമായ ഒരു സ്ഥലമായിരിക്കും നീക്കി വെച്ചത്, നിവൃത്തിയില്ലാഞ്ഞിട്ട്. ബെഡ്റൂമിന്റെ ഒരു 10-ൽ1 അംശം പോലും എന്തായാലും ഉണ്ടാവില്ല, ഉറപ്പാ. അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്? എന്തായാലും കോണീന്റെ ചുവട്ടുന്ന കുറേയൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ വയ്യ. ഇപ്പൊ കേൾക്കുന്ന വീടുകളിലൊക്കെ കോണീന്റെ ചുവട്ടിലൊന്നല്ല.
എന്നാലും എന്താ പറയുക, അതൊരു അത്യാവശ്യമായിട്ടൊന്നും ആർക്കും തോന്നിയിട്ടില്ല. അല്ലാതെ തോന്നും വേണ്ട, വീട് തന്നെ പൂജാമുറി ആവട്ടെ അല്ലേ, നല്ലതാ, ആ തലത്തിലാണെങ്കിൽ നല്ലതാ, വേറൊരു സ്ഥലം എനിക്കൊന്നും വേണ്ട. പക്ഷെ അതൊക്കെ അല്ലതാണ്. വീട് തന്നെ പൂജാമുറിയാണെങ്കിൽ അല്ലേ, പിന്നെ വേറൊരു പൂജാമുറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചിലർ പറയാറുണ്ട്. കാരണം എന്തിനാ പൂജാമുറി വേറെ വേണമെന്നൊക്കെ. ശരിയാണ്, അങ്ങനെയുള്ളവർക്ക് വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ അതോട്ട് നല്ലതാണ്, അവിടെ പ്രശ്നം. എന്നാൽ ഇതിനൊക്കെ ഉള്ളൊരു സ്ഥലം വേണ്ടേ, ഒരു വിജനായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം വേണ്ടേ? വേണമെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. സമയം എന്തായാലും ഉണ്ട്, സ്ഥലം ഇല്ലാഞ്ഞിട്ടുള്ള കുഴപ്പമില്ല, പക്ഷെ സ്ഥലം നിശ്ചയിക്കണം എന്ന് മാത്രം. മറ്റു വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ജപം ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പോ ഇവിടെ ആത്മജ്ഞാനം ആവില്ല സമ്പാദിക്കല്, വേറെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നത്, കൂടുതൽ അതിൽ നിന്ന് വിട്ടുപോയിന്ന് വരും. സാധന ചെയ്താൽ പോരെ, എന്തൊക്കെ സാധിക്കാനുണ്ട്. കൂടിയിരുന്ന് എന്തൊക്കെ ചർച്ച ചെയ്യാറുണ്ട്, ഒറ്റയ്ക്കിരുന്ന് നമുക്ക് ആലോചിച്ചൂടെ? ഒരു കല്യാണമൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഒന്ന് ഇരുന്ന് ആലോചിക്കാറില്ലേ? വീട്ടിലുള്ള നാഥനൊക്കെ ആലോചിക്കും, എന്ത് നാളെ ഇപ്പോൾ സദ്യയാണ്, ആൾക്കാർ വരും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങണം, ഇതൊക്കെ ആദ്യം വിചാരം ചെയ്ത് ഉറപ്പിച്ചിട്ടല്ലേ ലിസ്റ്റ് തയ്യാറാക്കുക. അതുപോലെയൊക്കെ പോവാം. ഇതുപോലെ പല വ്യവഹാരങ്ങൾ വീട്ടിലുണ്ട് അല്ലേ, ആ വ്യവഹാരങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. അതുകൊണ്ടാണ് അതിനൊരു വിജനസ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ വിജനസ്ഥലം എന്ന് പറഞ്ഞാൽ കാട് എന്ന് മാത്രം അർത്ഥം എടുക്കണ്ട, പൂജാമുറി എന്നും അർത്ഥം എടുക്കണ്ട. പിന്നെ എവിടെയാ അതിനനുകൂലമായ ഒരു സാഹചര്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് കിടക്കാനുള്ള സ്ഥലം, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുക അല്ല. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ടത്തെ വീടുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, പലതും കാണാണ്ടല്ലോ. അവിടെ നിന്ന് ഈ ഉറങ്ങാനുള്ള റൂമിന് ഇത്രയധികം വിസ്തൃതിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ഇത്രയധികം സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഉറക്കം മുഖ്യ ഘടകം തന്നെയാണ് അല്ലേ. പക്ഷെ എന്നാലും അവിടെ അതിലേറെ നിദ്രാസമാധി സ്ഥിതി എന്നൊക്കെ എത്തിയ ഒരാൾക്ക് പിന്നെ അത് മതിയാവും. അങ്ങനെയുണ്ടല്ലോ, ആത്മാത്മം ഗിരിജാമതി സഹജരാത്രാണ ശരീരം ഗൃഹം പൂജാദേ വിഷയോപഭോഗരചനാ നിദ്രാസമാധി സ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തദഖിലം ശംഭോ തവാരാധനം. ആ തലത്തിലെത്തിയവരെ സംബന്ധിച്ച് അതൊക്കെ മുഖ്യമായിരിക്കും അല്ലേ. അതെ, ശിവമാനസ പൂജയിൽ ഒക്കെ അങ്ങനെയല്ലേ പറയണത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാം അങ്ങനെ ഈശ്വര പൂജ തന്നെയല്ലേ. പ്രത്യേകിച്ച് വല്ലതുണ്ടോ? പൂജാമുറി വേണോ? ഒന്നും വേണ്ടല്ലോ. ജപം വേണോ? ധ്യാനം വേണോ? ഒന്നും വേണ്ടല്ലോ. എവിടെയും പോകണ്ടല്ലോ. നടക്കുന്നത് മുഴുവൻ എന്താ? പ്രദക്ഷിണം, ഉറക്കം, സമാധി. ഭക്ഷണം കഴിക്കണതോ ഭഗവാനെ നിവേദിക്കലല്ലേ. അങ്ങനെയുള്ള സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞു. ഇവിടെ എന്താണ്? സാധിപ്പിച്ചെടുക്കണം, പരിശ്രമിച്ച് നേടണം. ശ്രമം പോലെ പരിശ്രമം. അങ്ങനെ പരിശ്രമം ചെയ്യാനുള്ള സ്ഥലത്തിനാണ് പറഞ്ഞത് ആ പരിസമന്താത് ശ്രമ പൂർവകം ആശ്രമം. എവിടെ ആശ്രമം ഉള്ളത്? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നല്ല. എവിടെ? നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ ആശ്രമമാക്കി മാറ്റണം, സാധന ചെയ്യാനുള്ള ഇടമാക്കി മാറ്റണം. അപ്പൊ എന്താവും? അതും ആശ്രമമായി മാറും. ആശ്രമത്തിൽ പോയിട്ട് ആശ്രമത്തിൽ അങ്ങോട്ട് കൊണ്ടുവരണം. അത് പറ്റില്ല. ഞങ്ങളൊക്കെ സാധാരണക്കാര്, ഇതൊരു അസാധാരണക്കാര്, അങ്ങനെയല്ല. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ആ ആശ്രമത്തിനെ കൊണ്ടുവരണേ. ആ ആശ്രമം കൊണ്ടുവരാൻ ബാഹ്യമായതല്ല. ആശ്രമം നമ്മത് ബാഹ്യമായതാണെങ്കിൽ അതും കല്ലും മണ്ണും ഒക്കെ കൂട്ടിയുണ്ടാക്കിയത്, ഇതും കല്ലും മണ്ണൊക്കെ കൂട്ടിയുണ്ടാക്കിയത്, എന്ത് വ്യത്യാസമുള്ളത്? അതല്ല. അത് പരിപൂർണമായി, അഥവാ അതുവരെ ഒരു ഘട്ടം വരെ, അടുത്ത ഘട്ടം വരെ പരിപൂർണമായി ശ്രമം ചെയ്യാനുള്ള ഒരു സങ്കേതമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ആശ്രമം എന്ന് വിളിച്ചത്. എങ്കിൽ ഇതും അത് തന്നെയാണ് അല്ലേ. ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്, ഗൃഹീ ഭൂത്വ വനീ ഭവേത്, വനീ ഭൂത്വ പ്രവൃജേത്. അടുത്ത ഘട്ടം വരെ ഇതിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റൂ, ഈ രാഗം പറ്റൂ. പിന്നെയോ? പിന്നെ താക്കോലും കൂട്ട ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് വേണം? ഇനി തിരിഞ്ഞു നോക്കരുതെന്നാണ്. തിരിഞ്ഞു പോലും നോക്കരുത്.
നേരെ നോക്കണ്ട നല്ലതാണ്, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞൊരു നോട്ടം ഉണ്ടാവേ. കാരണം വെച്ചാൽ എന്നാലും ഇപ്പോൾ അവരൊക്കെ എന്താ ചെയ്യാവോ, മക്കളെയൊക്കെ ഏൽപ്പിച്ചു, അവരിപ്പോൾ നേരെ നടത്തുവോ? ഇത്രയും കാലം ഞാൻ സമ്പാദിച്ചതല്ലേ, അതൊക്കെ കേടുവരുത്തുവോ? അല്ലെങ്കിൽ ആ പാത്രം എന്താ ഇവിടെ വെച്ചത്, ഈ പാത്രം എന്താ ഇവിടെ വെച്ചത്, അവിടെ വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടേ അതൊക്കെ ഉണ്ടാവും ഉള്ളിലേ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കരുതാണ്. അല്ലെങ്കിൽ അന്ന് കഴിച്ച ആ ഭക്ഷണത്തിനെ പറ്റിയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നത് ഇപ്പോഴാ പറഞ്ഞ സാധുവന്നത് യാച്യതാണ്. ഭക്ഷണം നല്ല സാധുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടിയും കഴിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. രുചിച്ചത് രുചിക്കാനൊക്കെ തോന്നില്ലേ? നിജഗൃഹേ തൂർണം വിനിർഗമ്യത. നിന്റെ വീട്ടിൽ നിന്ന് വേഗം പുറത്തു പോയാലും, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞില്ല കേട്ടോ, അപ്പൊ നേരത്തെ പറഞ്ഞ വിപരീതാവും. നിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനാണ്, എൻ്റെ എന്നുള്ളതിന് അടികാരിടാനാണ്. അധികാരമാണ് മാറ്റിയാൽ മതി. അത് മാറ്റാൻ കുറച്ച് പണിയാണ്. അത് മാറ്റലാണ് മുഖ്യം. വിട്ടു പോയാലും അധികാരം ഉണ്ടായിരുന്നത്. ആദ്യം മാറ്റേണ്ടത് ഏതാണ്? അധികാരം. ഈ അധികാരമാണ്. അധികാരമുള്ളവർക്ക് ബാധ്യത ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ലോകത്തിനോട് ലോക ബന്ധം ഏതാണ്? ലോകേഷണം, വിത്തേഷണം, പിന്നെയാണ് ഏതൊക്കെ ഏഷണകള്? പുത്രേഷണം. അത് പറഞ്ഞാൽ മതി. പുത്രേഷനെയും ദാരേഷനെയൊക്കെ ഒന്ന് തന്നെ അല്ലേ? പിന്നെ ലോകേഷണ, പിന്നെ ഒന്ന് വിത്തേഷണം. ഇങ്ങനെ 3 ഏഷണകളായിട്ട് ചുരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഇഷ്ടം പോലെ വിപുലാക്കാം കേട്ടോ. അതെല്ലാവരും കൂട്ടിയിട്ട് 3 പഠിത്തി അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഏഷണകളെ ആ കൊളുത്ത് ഇല്ലാതാക്കലാണ് മുഖ്യം. അങ്ങനെ ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ വിഷയതൃഷ്ണയോട് കൂടാത്ത ഹൃദയത്തിലെ സമാധാനം ഉണ്ടാകുകയുള്ളൂ. വിഷയതൃഷ്ണയോട് കൂടാത്ത ഹൃദയത്തിലെ സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഹൃദയം എന്നുള്ളതിന് ഹൃദി ഇതി അയനം അന്ധക്കരണം എന്ന അർത്ഥം എടുക്കണം. അമരകോശം പറഞ്ഞ പോലെ എടുക്കണം. അല്ലാതെ രക്തം പമ്പ് ചെയ്യുന്ന സാധനം എടുക്കരുത്. ഇവിടെ എടുക്കേണ്ടതൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. അതും എടുക്കാം അല്ലേ? ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണല്ലോ ചൂണ്ടുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് ഏതാ? ഇവിടെ ചിന്തിക്കേണ്ടത് അന്ധക്കരണത്തിൽ ഏത്? അന്ധക്കരണം മലിനമാവാതെ സൂക്ഷിക്കണം. ബാഹ്യമായ ഒന്നും തന്നെ എൻ്റെ ആന്തരികമായ അസുസ്ഥിതിയെ ബാധിക്കരുത്. ഏഷണകൾ ഉണ്ടായാൽ ഉണ്ടാവും. സ്നേഹം വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. ഏഷണാരഹിതമായ സ്നേഹമായിരിക്കണം. സ്നേഹം വേണ്ടെന്നില്ല. ഗുരുവിനോടുള്ള സ്നേഹം ഏഷണാരഹിതാണോ? അല്ലേ? എന്താ അഭിപ്രായം? ആവോ? ഭാര്യയോടുള്ള സ്നേഹം ഏഷണാരഹിതാണോ? വീടിനോടുള്ള സ്നേഹം ഏഷണാരഹിതമാണോ? കുട്ടിയോടുള്ള സ്നേഹം ഏഷണാരഹിതമാണോ? ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചാൽ എന്നപ്പോ മനസ്സിലാവില്ല. ഒന്ന് അകന്ന് പോയി നോക്കണം. ഏതാണ് ഏഷണാരഹിതമെന്ന്? ഏതായിരിക്കും? ഏതായിരിക്കും? ഏഷണാരഹിതമായ സ്നേഹം ആരും തമ്മിലാ വെച്ച് പുലർത്തുന്നത്? എല്ലാത്തിലും ഉണ്ടോ? എല്ലാത്തിലും അങ്ങനെ ഉണ്ടോ? അല്ല, കുട്ടിയോട് അമ്മയ്ക്ക് കുട്ടിയുടെ അടുത്തിരിക്കാനുള്ളൊരു മോഹം, കുട്ടിക്ക് അമ്മയുടെ അടുത്തിരിക്കണം എന്നുള്ളൊരു മോഹം, ആ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹം കുട്ടി എവിടെയായാലും ഉണ്ടാവും അമ്മയ്ക്ക്. എൻ്റെ കുട്ടി, ഏതെങ്കിലും കുട്ടിയൊക്കെ ആണെങ്കിൽ ഉണ്ടായിരുന്നത്, എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് തന്നെ വേണം എന്നുള്ളതായിരിക്കില്ല അമ്മയുടെ ഇഷ്ടം. ഇന്നിപ്പോ അമ്മമാർക്ക് ഇപ്പം അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് ഉള്ള അമ്മമാര് കുറവായിരിക്കും. പക്ഷെ അമ്മയാണെങ്കിൽ എന്തുണ്ടാവും? എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് തന്നെ വേണം അല്ലേ? ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഒക്കെ ഉള്ളത്. ഇതൊക്കെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഒന്ന് ചിന്തിച്ചിട്ടല്ല പറഞ്ഞത്, പൊതുവെയുള്ള കാര്യം പറഞ്ഞതാ.
ഏതായിരിക്കും? സമീപതയാ, സാമീപ്യത്തിലുണ്ടാവുന്ന സ്നേഹം. അത് വാസ്തവത്തിൽ സ്നേഹമായിട്ട് നമ്മുടെ ആചാര്യന്മാർ കണക്കൂട്ടിയിട്ടില്ല. അതിന് കാമമായിട്ടൊക്കെ പറഞ്ഞേക്കാം. അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമല്ലേ? ഒരു വസ്തുവിന്റെ സമീപതയിലുണ്ടാവുന്നത് ഏഷണ, അതിന് ഏഷണ എന്ന് പറയാം. അത് ഏഷണാരഹിതമല്ല, ഏഷണയോട് കൂടിയതാണ്. അത് വിട്ടുപോകുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ലോകത്തിൽ ഏറ്റവും വലിയ ബന്ധം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ലോകത്തിലുള്ള ബന്ധം, ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം അമ്മ കുട്ടി എന്നുള്ള ബന്ധമാണ്. അവിടെ പോലും കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി അമ്മ പറഞ്ഞയച്ചേക്കാം, ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ വേണ്ടി പറഞ്ഞയച്ചേക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ചൊക്കെ കൊടുത്തേക്കാം അല്ലേ? എന്നാലും ഉണ്ടാവുമോ? പൂർണ്ണമായിട്ടും ആ അമ്മയെ ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായാൽ? ഇപ്പൊ അധികം ചിന്തിക്കുന്ന അങ്ങനെയല്ല. നാള് ക്ലാസ്സിന് വരുന്ന ഒരു കുട്ടി ഇപ്പൊ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഈ കുട്ടിക്ക് 15 വയസ്സായിട്ടുള്ളൂ. കുട്ടീൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. ഈ കുട്ടീനെ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് ഒരു ബാലികാ സദനത്തിൽ ആ കുട്ടീനെ കൊണ്ടുവന്ന് ചേർത്തി. ഈ കുട്ടിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. കുട്ടിയുടെ താഴെ ഒരു കുട്ടിയുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാവർക്കും ഈ കുട്ടിയോട് വളരെ പ്രിയമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാറ്റിനും നല്ല മാർക്കുമാണ്. കുട്ടി ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. 15 വയസ്സായിരുന്നു. +1 ചേർന്നേ ഉള്ളൂ. ചേർന്ന് പഠിക്കുകയാണ്. കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാം, അതൊന്ന് വേണ്ടാന്ന് പറയുമോ, ഒന്ന് വേണ്ടാന്ന് പറയുമോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുക കുട്ടി. അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അമ്മ പറയുന്നതാണ്, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്, ഞങ്ങളെ സ്ഥിതി അറിയാലോ. ഈ കുട്ടീൻ്റെ ഏട്ടന് കല്യാണം കഴിക്കാനായിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട്, ഞങ്ങളെ എങ്ങനെയാ അവരെ വളർത്തണമെന്ന് അറിയാലോ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം, നമുക്കൊരു പണിയും കൂടി. ഈ കുട്ടിയുടെ കരത്തിൽ ചെവിയിൽ മുഴങ്ങുകയാണ്. കുട്ടി ക്ലാസ്സിന് വന്നിരുന്ന ആശ്രമത്തിൽ. അപ്പോ നല്ല ഉന്മേഷത്തോടു കൂടി എല്ലാ കാര്യത്തിനും വളരെയധികം ഉന്മേഷവതിയായ കുട്ടി പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഓർക്കാം, എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും പറഞ്ഞു, ഇത് വളരെ മോശമാണ്, ബാങ്ക് ഉദ്യോഗസ്ഥൻ വരും വിചാരിച്ചിട്ട് ഇനി വേറെ ആരെങ്കിലും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു, അതിന് വേറെ പല കാരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത വേറെ പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് പറഞ്ഞാലും അമ്മ പറയും ഉറച്ച തീരുമാനമാണ്, അത് മുടക്കരുത്, നമ്മളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അവസാനം അത് വെച്ചു. ഇപ്പോ അതിനുശേഷം ഒരു 4 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. എന്തായാലും കുട്ടി കുറേയൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇത് കല്യാണത്തിന് ഉറപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെയുള്ള കാര്യത്തിൽ പലതിലും ഇടപെട്ടുള്ള അനുഭവം നന്നായിട്ട് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോ ഒന്നും സംസാരിക്കാറില്ല. അധികം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങൾ മാറ്റി പറയുന്നതല്ലാതെ ഈ കാര്യത്തിൽ നമ്മൾ ഇടപെടാറില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി അഥവാ ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ വിചാരിക്കുക നമ്മളാണ് ആരെങ്കിലും അറിയിച്ചത്, 15 വയസ്സായി, അത് ആ കുട്ടി ഇതിന്റെ ഭാവിയെ നമ്മൾ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ പറയുന്നത്. കാരണം ഏറ്റവും വലിയ കുറ്റകരമാണത്. എന്നാലും പല അച്ഛനമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കൺമുന്നിൽ നിന്നോട് പോയാൽ മതി, പിന്നെ എന്തായാലും ഒരു പ്രശ്നമല്ല. ഇതാണ് ഇന്നത്തെ സ്നേഹം. പിന്നെ അവർ എത്ര കഷ്ടപ്പെട്ടാലും നാളെ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഒരു പ്രശ്നമല്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തുവല്ലോ. എന്തൊക്കെയാ അമ്മ പറഞ്ഞതെന്നറിയാം. ഇന്നത്തെ കാലം അറിയാലോ. പെൺകുട്ടികൾ വീട്ടിലുണ്ടായാലുണ്ടാവുന്ന സ്ഥിതി എന്താണെന്നറിയാലോ. എന്തൊരു പ്രസംഗമായിരുന്നു എന്നറിയോ. ഇതൊക്കെ ഇവരുടെ ഒരു ഭാരെടുത്ത പോലെ. ഇനിയും അവർ നിശ്ചയിച്ചു കഴിഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഭദ്രം കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ബാധ്യത നിറവേറ്റി കഴിഞ്ഞാൽ, അതൊന്നുമല്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, കൈ കഴുകി, ഇത്രയേ ഉള്ളൂ. ഇതാ സ്നേഹം. ഇതിന് സ്നേഹം എന്ന് പറയാറില്ല. മനസ്സിലായി? ഇന്നത്തെ സ്ഥിതി ഇപ്പം അങ്ങനെയാണ് പോണത്. എത്രയോ നടക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിലല്ല, ക്രിസ്ത്യൻ മതത്തിലൊന്നും അല്ല, ഹിന്ദുക്കളെ ഇടയിലാണ് ഈ നടക്കുന്നത്. പേടിച്ചിട്ട് ഭീരുക്കൾ പഠിക്കുന്ന കുട്ടികളെ തന്നെ
15, 16, 17 വയസ്സാകുമ്പോഴേക്ക് എത്രയോ കല്യാണം നടക്കുന്നുണ്ട്. വേണമെന്ന് നോക്കിക്കോളൂ, സംശയം ഉണ്ടെങ്കിൽ അന്വേഷിച്ചു കാണാൻ പറ്റും. അപ്പൊ ഏഷണാരഹിതം എന്ന് പറയാൻ, ഏഷണ എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി. ഏറ്റവും സ്നേഹം നമുക്ക് ആരോടാ? സംശയമില്ലല്ലോ. അപ്പൊ ഒരാൾ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തിനാ? ഭാര്യയ്ക്ക് വേണ്ടിയോ? ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനാ? ഭർത്താവിന് വേണ്ടിയോ? കുട്ടിയെ സ്നേഹിക്കുന്നത് എന്തിനാ? കുട്ടിക്ക് വേണ്ടിയോ? അല്ല. ആർക്ക് വേണ്ടിയാ? തനിക്ക് വേണ്ടി. ഇതാണോ ഗുരുശിഷ്യ ബന്ധം? ആയിക്കൂടാന്നൊന്നുമില്ല കേട്ടോ, ആയിക്കൂടാന്നൊന്നുമില്ല. അങ്ങനെയുണ്ട്. ചിലപ്പോൾ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ നല്ല രസമാണ് ഇതൊക്കെ, വിട്ടു നിന്ന് വീക്ഷിച്ചാൽ നല്ല രസമാണ്. അല്ല, പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി ആയിരിക്കാം ആശ്രമത്തിലെ, അല്ലേ? സ്വാമി അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്താ ഉണ്ടാവുക? അവിടെ എവിടെയും വെക്കാൻ പോലും നമുക്ക് മനസ്സ് തരില്ല. കാരണം അത് കാണാൻ വെച്ചിട്ടില്ലെങ്കിൽ അയാൾ അറിയോ ഇപ്പം ഞാൻ കൊണ്ടായത്. അല്ലെങ്കിൽ സേവനം ചെയ്യുക. എത്രയോ ആളുകൾ സേവനം ചെയ്യുന്നവരുണ്ട്, നല്ലതാ ഇല്ലേ? പക്ഷെ ആ ഗുരുനാഥന്റെ കാറ്റുവെട്ടിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം വീക്ഷിക്കുന്ന സ്ഥലത്ത് ആ പരിധിക്കുള്ളിൽ തന്നെ സേവനം ചെയ്യും. തൻ്റെ വീട്ടില്, തൻ്റെ അമ്മയോട്, തൻ്റെ നാട്ടിലോ ഒന്നുമില്ല. വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ നമുക്കറിയാം, കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം അങ്ങനെ സേവനം ചെയ്യുന്നുണ്ട്. 5 പൈസ വാങ്ങുന്നില്ല അയാൾ, നമുക്കറിയാം, വളരെ അടുത്തറിയുന്ന ആളാണ്. അയാൾ ഇതേപോലെ നല്ല സേവനം ചെയ്യുന്നു. പക്ഷെ തൻ്റെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. എന്നിട്ട് നല്ല ഇങ്ങനെ എത്രയോ പേരുണ്ട്. നല്ലതല്ലേ? നല്ലതാണ്. ഇങ്ങനെയെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, വളരെ മഹത്വമാണ്. പക്ഷെ ഇതൊന്നും ഏഷണാരഹിതമാണെന്ന് പറയാൻ പറ്റില്ല. ഏഷണാരഹിതം എന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നാലും എപ്പോൾ ആയാലും, അല്ലേ, ആ സ്നേഹം തന്നെയാണ്. അടുത്തിരുന്നാലും അകലെ ഇരുന്നാലും എന്തുണ്ടാവും? ഉള്ളിൽ നിന്ന് അത് മാറ്റാൻ പറ്റില്ല. ആ ത്യാഗഭാവം, ത്യാഗത്തിൽ നിന്ന് ശരിയായ സ്നേഹം ഉണ്ടാവും. സ്നേഹം എന്നുള്ളത് സഹജഭാവമാണ്, വികാരമല്ല. സ്നേഹം എന്നുള്ളത് സഹജഭാവമാണ്. മറ്റത് ആടുമാടുകളെ അറക്കാൻ കൊണ്ടുപോകുന്ന ആടുമാടുകളോടുള്ള സ്നേഹമാണ്. അത് സ്നേഹമല്ലേ? നല്ലോണം പുല്ല് കൊടുക്കും, വെള്ളം കൊടുക്കും, തേച്ച് കഴുകും, അല്ലേ? എന്ത് തൊട്ടുഴിയുന്നവരെ കാണാം. എന്തൊരു സ്നേഹം അല്ലേ? കണ്ടിട്ടില്ല? അതും മാറിയുണ്ട്, ഇപ്പോൾ മാറിയുണ്ട്. മിഞ്ഞാന്ന് കൊണ്ടോട്ടിയുണ്ട് ഒരു വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പോലീസുകാർ. അപ്പോൾ അതിൽ കൊള്ളിച്ചത് അത്രയും എണ്ണത്തിന്. മറ്റൊന്ന് എടുത്ത പത്രത്തിൽ കണ്ടു, എന്ത്? കാല് പുറത്തേക്ക് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. കണ്ടില്ലായിരുന്നു പത്രത്തിൽ ഇപ്പം എടുത്തു വന്നിരുന്നു. ഇങ്ങനെ ധാരാളം കാണാം. പക്ഷെ എന്നാൽ ചിലരൊക്കെ തിരിച്ചുണ്ട്. കാരണം ഈ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ജീവികളെ നന്നായിട്ട് ശുശ്രൂഷിച്ച്, നല്ലോണം കൈക്കോലും പുല്ലൊക്കെ കൊടുത്ത്, നല്ലോണം കുളിപ്പിച്ച്, അങ്ങനല്ലേ, നല്ലോണം ശുശ്രൂഷിക്കും. അങ്ങനെയുണ്ട്. ആ ഒരു തരത്തിലുള്ള സ്നേഹം എവിടെ ഉണ്ട്? ഇപ്പോൾ